എല്ലാവർക്കും വീണ്ടും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ സ്കോട്ട്ലാൻഡിലെ മറ്റൊരു പ്രഭാതം എത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇന്ന് ഞാൻ ചിയാ സീഡ് ഇട്ട വെള്ളമാണ് കുടിച്ചത് കേട്ടോ. ഞാൻ ഓരോ ദിവസം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ദിവസം നമ്മുടെ കറുകപ്പട്ട പൊടിച്ചിട്ട് കൊടുക്കും, ഒരു ദിവസം ഞാൻ ഈ കരിഞ്ചീരകമൊക്കെ ഉണ്ടല്ലോ അതൊക്കെയുള്ള വെള്ളം ഇട്ട് കുടിക്കും. ചുമ്മാ ഒരു ചേഞ്ച്, എന്നും ഒരേ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ വെറുതെ ചൂടുവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഓരോ ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ പൊടി ഇഡലി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പം ഇഡലിപ്പൊടി ഇല്ല. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കറുത്ത കളറിൽ കാണുന്നത്. പിന്നെ വറ്റൽമുളകുണ്ട്, പിന്നെ നമ്മുടെ എന്താ വെളുത്തുള്ളി, പിന്നെ അവസാനം കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കും. എന്താണ് കായപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കും. അപ്പം നമുക്ക് ഈ പൊടിയിടൽ റെസിപ്പി മാറ്റിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പോൾ കടലപ്പരിപ്പില്ലെങ്കിൽ ഉഴുന്ന് പരിപ്പും വെറുതെ വറ്റൽമുളകും ഉപ്പും കൂടി ഇട്ട് അടിച്ച് വെച്ചാലും മതി, നല്ല വറുത്തിട്ട്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ കുറച്ച് നേരം എള്ളൊക്കെ ഇടുന്നത്. എള്ളൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ പൊടിയിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇഡലിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ കടുവും ഉഴുന്ന് പരിപ്പും ഒക്കെ വേറെയും താളിച്ചതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടിയിടല ഉണ്ടാക്കി കൊടുക്കും, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട്. അത് ഓരോ സമയത്തും ഓരോ മൂഡിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നെന്തോ പൊടി ദോശയും കൂടെ കഴിക്കണമെന്നൊരാഗ്രഹം. പെട്ടെന്ന് എനിക്ക് ചെന്നൈ ഓർമ്മ വന്നു കേട്ടോ. അപ്പം നമ്മുടെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിനടുത്ത് ശ്രീകൃഷ്ണ എന്നൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ പൊടി ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ്, എന്താ പറയുക, ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിനി ഇഡലി, അതുപോലെ തന്നെ മിനി ടിഫിൻ എന്നൊക്കെ പറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു കോംബോ പിടിക്കാമെന്ന്. പക്ഷേ മിനി ടിഫിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഈ പൊടി ഇഡലിയും ഒരു പൊടി ദോശയും സാമ്പാർ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല ചൂട് ചായയും. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ആ നാട്ടിൽ പോയ ഒരു ഫീല് തോന്നി കേട്ടോ. ഇങ്ങനെ കൊതി തോന്നുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല വെയിലടിക്കുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം വെളിയിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിയിലൊന്നും നിൽക്കാറേ ഇല്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ചെടി നട്ടതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സമ്മർ വരണം, കുറച്ചൊന്ന് എല്ലാം ഒന്ന് കിളിർത്ത് വരണം എന്നാണ്. അതുകൊണ്ട് മൂണും നിൽപ്പുണ്ട്. സണ്ണ് വന്നാലും മൂണിന് പോകാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സണ്ണ് വരുന്നതേ വല്ലപ്പോഴുമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോയി കുറച്ച് നേരം നടന്നിട്ട് വരാം. അപ്പോഴത്തേന് സമയം ഈവനിങ് ആയി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2:45 ഇപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് നടക്കാം. കുറേ ദിവസമായിട്ട് നടത്തം കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ആ ഷോപ്പിംഗ് സെൻറ്റർ വരെ പോവും, തിരിച്ചു വരും. ഇത് മാത്രമാണ്, അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നടന്നിട്ട് വരാം. വെയിൽ കാണുമ്പം ഒരു ആവേശം, അത്രേ ഉള്ളൂ. വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വിവാങ്കുഴ സ്കൂളിൽ വരെ ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ അറിയത്തില്ല ഞാൻ വരുന്ന കാര്യം, അല്ലെങ്കിൽ തന്നെയാണ് വരുന്നത്. കുറേ ദിവസമായി വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നാകുമ്പോൾ കുറച്ച് വെയിലുണ്ട്, ചെറിയ തണുപ്പേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല. പിന്നെ വെച്ചൊന്ന് ഒരു നടത്തവും ആവും. അവനെ വിളിച്ചിട്ട് വരാം. ഞാൻ സ്കൂളിൻ്റെ അടുത്ത് എത്താറായി. ഞാൻ സ്കൂളിലെത്തിയപ്പോൾ അവിടെ വിവാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പോൾ നോണ്ടറ വിവാൻ നടന്നു പോകുന്നു, അവൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പുറകെ പോയി വിളിച്ചതാണ് കേട്ടോ. അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്നുള്ളത്. അവൻ സർപ്രൈസായിപ്പോയി. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ വിശക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ പൊട്ടറ്റോ വെഡ്ജസ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം പിന്നെ അതിനെ ഒന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതെന്തായാലും റെഡിയാവുന്ന സമയത്തിനുള്ളിൽ നമുക്കൊരു ഷേക്കും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ ഷേക്ക് അവഗാഡോ വെച്ചിട്ടാണ് കേട്ടോ. അവഗാഡോ വെച്ച് ഷേക്ക് അടിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് അവഗാഡോ ഇരിക്കണം, എന്നാൽ പിന്നെ ഇന്നൊരു ഷേക്ക് അടിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു അവഗാഡോ എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ന്യൂട്രീഷൻസ് വാല്യൂ ഉള്ളതാണ് കേട്ടോ അവഗാഡോ. ചുമ്മാ അത് ഞാനിങ്ങനെ സ്പൂണിൽ കൊണ്ട് എടുത്ത് കഴിക്കാനും എനിക്കിഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും അവഗാഡോ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ഷേക്ക് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ അവഗാഡോൻ്റെ ഒരു അവഗാഡോ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴമാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ സ്ട്രോബെറി ഇടണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, സ്ട്രോബെറിയുടെ ആവശ്യമില്ലായിരുന്നു, അതില്ലാതെ അടിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ മധുരത്തിന് ഡേറ്റ്സ് അല്ലെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഡേറ്റ്സ് ഇല്ലത്തിന് പകരം. പഞ്ചസാര ഇടണ്ട. പിള്ളേർക്ക് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാരയൊന്നും ഇല്ലാതെ ഷേക്ക് അടിച്ച് കൊടുക്കാമെങ്കിൽ പിന്നെ അവർക്ക് അതങ്ങ് ശീലമായിക്കോളും കേട്ടോ. നമ്മൾ മധുരം ഇട്ട് കൊടുക്കുമ്പോഴാണ്, ഒരു ദിവസം ഇട്ട് കൊടുത്തെങ്കിൽ പിന്നെ അവർക്ക് ആ മധുരം വേണമെന്ന് പറയും. ആദ്യം തുടക്കം മുതലേ കുട്ടികൾക്ക് അങ്ങനെ ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം മധുരം കൊടുക്കാതെ നോക്കാം. ഷുഗറൊന്നും അത്ര നല്ലതല്ലെന്നാണല്ലോ ഇപ്പോൾ പറയണത്. അപ്പം
എന്തിനാണ് വെറുതെ നമ്മൾ കൊടുക്കുന്നത്? നാച്ചുറലായിട്ടുള്ളത് കൊടുത്ത് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം മുതലേ ഷേക്കിലൊന്നും പഞ്ചസാര ഇടാറില്ലായിരുന്നു. ഒന്നീ ഡേറ്റ്സ് ഇടും, അല്ലെങ്കിൽ ഹണി ഇടും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ആ ഒരു മധുരത്തിൽ അവർ കഴിച്ചോളും. അത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ് എല്ലാമേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഷേക്കിലൊന്നും പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട. അപ്പോഴത്തേനും നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പും പിന്നെ പെരി പെരി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിവാഹക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ അതിൽ 1, 2 എടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാല ഇട്ടപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വഷിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ അവളുടെ ഇഷ്ടത്തിനുള്ളൊരു സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അതിലേക്ക് അത് വറുത്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വന്ന് തന്നെത്താനെ എല്ലാം ചെയ്തോളും. തൈര് സാദം ഉണ്ടാക്കലും പരിപാടിയൊക്കെ തന്നെത്താനെയാണ്. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ. വേണ്ട, ചായ കുടിക്കണ്ട. രാവിലെ ഇന്ന് ഓൾറെഡി ഒരു ചായ കുടിച്ചു. പക്ഷേ ഞാൻ മധുരമൊന്നും ഇടാതാണ് രാവിലെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഈ രാത്രിയിലത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കുക. ഇന്ന് ഉച്ചയ്ക്കും കാര്യമായിട്ട് ഒന്നും കൊടുത്തില്ലല്ലോ. ഇഡലിയാണ് രാവിലെ ഉച്ചയ്ക്കും കഴിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഹെവി ആയിക്കോട്ടെ രാത്രിയിലെന്ന്. അപ്പോൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചൊരു കറി ഉണ്ടാക്കാനാണ് പോണത്. എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് എന്ത് മനസ്സിൽ തോന്നുന്നു അതങ്ങ് ചെയ്യും. അപ്പോൾ ഇന്ന് വീറ്റ് കുൽച്ചയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത്. ഇന്ന് മൊത്തം എന്താ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എനിക്ക് നാട്ടിലെ ഓർമ്മയാണ് വന്നത്. ചെന്നൈയിൽ ഇങ്ങനെ പോയി കഴിക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇന്ന് വീറ്റ് കുൽച്ചയാണ്. 2.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഗോതമ്പൊടി എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ നെയ്ബർ വണ്ടിയിൽ വന്നപ്പോൾ ടാറ്റ കാണിച്ചിട്ട് പോയതാണ്. നമുക്ക് ഇത് ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് പക്ഷേ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു കുൽച്ചയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയാണ്. രണ്ടും വേണം കേട്ടോ. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് നേരം നമ്മളതിങ്ങനെ ആ മാവൊന്ന് പൊളിച്ച് പൊങ്ങി വരാനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യണമെന്നുള്ള പ്ലാനിലൊന്നും അല്ല വന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി അത് ഉണ്ടാക്കിയാലോ എന്ന്. അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കുൽച്ചയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് നമുക്കിതിലേക്ക് തൈര് വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അസിസ്റ്റൻ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പഠിക്കാൻ പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ വന്ന് കുറച്ച് നേരം അമ്മ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. അല്ലെങ്കിലും പിള്ളേരോട് പഠിക്കാൻ പറയുന്ന സമയത്ത് ഉടനെ വരുമല്ലോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം വന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പോയി. അവന് ഞാൻ വെള്ളം ഒഴിച്ചു, കാര്യം പറഞ്ഞ് വെള്ളം ഒഴിച്ച് വന്നപ്പോഴത്തേന് കുറച്ച് കൂടിപ്പോയി കേട്ടോ. പിന്നെ വീണ്ടും കുറച്ചുകൂടെ പൊടി ഇടേണ്ടി വന്നു. അവനാണ് കുഴച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് മാറിപ്പോയി എത്രയാണ് അളവെന്നുള്ളത്. പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ട് ഞാനങ്ങ് മിക്സ് ചെയ്തെടുത്തു. അത് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ. ഇത് ഇവനോട് കാര്യം പറഞ്ഞ് ഒഴിച്ചപ്പം കൂടിയതാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ തടവി വെക്കുന്നുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടി ആശീർവാദ് അല്ല കേട്ടോ. ഇവിടെ ആഫ്ഡേയിൽ കിട്ടുന്ന ഒരു ഹോൾ മീൽ ചപ്പാത്തി ഫ്ലവറാണ് വാങ്ങിയത്. അതുകൊണ്ടാണ് ആ കുറച്ച് ഫൈബർ അങ്ങനെ ആ ഇത് കാണാൻ പറ്റുന്നത്. ആശീർവാദ് ആണെങ്കിൽ നമുക്ക് നല്ല ഫൈൻ പൊടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്കിനി കറി ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെയാണ് ഇതിട്ട് കൊടുത്തത്. പിന്നെ പൊടികളായി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളിയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പി ഞാൻ ചുമ്മാ എനിക്ക് തോന്നിയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ബോൺലെസ് പീസാണ് എടുത്തത്, ബ്രസ്റ്റ് പീസ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. സിമ്പിളാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കുൽച്ച റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ തിക്നെസ് വേണമായിരുന്നു. ഞാൻ പിന്നെ എന്തായാലും കുറച്ച് മാവേ ഇട്ടുള്ളായിരുന്നു. പിന്നെ അങ്ങനെ ഇനി പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വെള്ളമാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ, ആ മാവിലേക്ക്. ഇതിന് പിന്നെ ഷേപ്പൊന്നുമില്ല കേട്ടോ. കുൽച്ചയ്ക്ക് ഞാൻ റൗണ്ട് ഷേപ്പിലൊന്നുമല്ല, ചുമ്മാ അത് റാൻഡമായിട്ട് ഞാൻ പരത്തിയെടുത്തേ ഉള്ളൂ. അതിലേക്ക് മല്ലിയിലയും കുറച്ച് എള്ളും ഇച്ചിരി വെളുത്തുള്ളി. ഇത് ഗാർലിക് കുൽച്ചയല്ല, പിന്നെ എനിക്ക് തോന്നി ചുമ്മാ ഇട്ടേക്കാണ്.
എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, കിടക്കട്ടെ. അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു അതിൻ്റെ മുകളിൽ. എന്നിട്ട് തവയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ നമുക്ക് തിരിക്കാൻ പറ്റുന്ന തവയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ അതിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈ തവയിൽ 2 സൈഡും പിടിയാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചത് കേട്ടോ. നമ്മൾ നല്ല ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ആ സൈഡിലൂടെ ഒഴിച്ച് കൊടുക്കാമെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ കുൽച്ച റെഡിയാവും. അതിൻ്റെ മേളിൽ കുറച്ച് ബട്ടറോ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഉണ്ടാക്കി, ഞാൻ ആദ്യത്തേത് തന്നെ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് അശ്വക്കുട്ടിക്കും വിമാനവും ഒക്കെ ഉള്ളത് ഉണ്ടാക്കുകയാണ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ, ബട്ടറാണ് കൂടുതലും നല്ലത് കേട്ടോ. അങ്ങനെ അവർക്കുള്ളതും ഞാൻ കൊടുത്തു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ്, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, പാത്രങ്ങളൊക്കെ ഒന്ന് ഡിഷ് വാഷറിലേക്ക് ഇടണം, ഇതൊക്കെ തന്നെയുള്ളൂ പണി. അങ്ങനെ പശുക്കുട്ടി വന്ന് കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.